അന്യസംസ്ഥാന കവർച്ചാ സംഘമാകാമെന്ന് ഒരു വേള സംശയിച്ച കേസിലാണ് തൊട്ടയൽവാസി അറസ്റ്റിലാവുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വളപട്ടണം മന്നയ്ക്കുള്ള അഷ്റഫ് എന്ന അരി വ്യാപാരിയുടെ വീട്ടിലാണ് ഈ മോഷണം നടന്നത്. 19-ാം തീയതി മധുരയിൽ ഒരു കല്യാണ വീട്ടിലേക്ക് ഇദ്ദേഹം പോകുന്നു. തുടർന്ന് 20-ാം തീയതി തൊട്ട് അയൽപക്കത്തുള്ള ലിജീഷ് എന്ന വ്യക്തി ഈ വീട്ടിൽ കയറുന്നു, മോഷണം നടത്തുന്നു. 300 പവനും 1 കോടി രൂപയും മോഷണം പോയെന്നതാണ് പരാതി. എന്നാൽ പോലീസ് കണ്ടെടുത്തിരിക്കുന്നത് 267 പവനും 1,21 ലക്ഷം രൂപയുമാണ്. ഇയാൾ ഒരു അക്സെപ്റ്റ് ചെയ്തു, ഇയാൾ തന്നെയാണ് കുറ്റകൃത്യം ചെയ്തത്. ഈ കൺഫെഷനിന്റെ ഭാഗമായിട്ട് പിന്നെ ഞങ്ങൾ ഫർദർ പ്രൊസീജിയർ എടുത്തു, അറസ്റ്റ് രേഖപ്പെടുത്തി 1,21,43,000 rupees ക്യാഷ് റിക്കവർ ചെയ്തിട്ടുണ്ട്. 267 പൗണ്ട് സ്വർണ്ണാഭരണങ്ങൾ ഞങ്ങൾ റിക്കവർ ചെയ്തിട്ടുണ്ട്. ഇയാളിലേക്ക് എത്തിയ ഏറ്റവും നിർണായകമായ തെളിവ് എന്നത് CCTV ദൃശ്യങ്ങളായിരുന്നു. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ ഒരാളെ കണ്ടെത്തി. അയാളുടെ മുഖഭാവം പോലീസ് നോട്ട് ചെയ്തു. ആ മുഖഭാവവുമായി സാമ്യമുള്ള നിരവധി പേരെ പോലീസ് ചോദ്യം ചെയ്തു. അങ്ങനെ ചോദ്യം ചെയ്തപ്പോഴാണ് വീടിന് തൊട്ടടുത്തുള്ള ഈ ലിജീഷ് എന്ന വ്യക്തിയെ പോലീസ് ചോദ്യം ചെയ്തു. അങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി മൊഴിയെടുത്തു. ശനിയാഴ്ചയാണ് ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുന്നത്. ഇന്നലെ വൈകുന്നേരം വിശദമായ ചോദ്യം ചെയ്യലൊടുവിൽ താനാണ് ഈ മോഷണം നടത്തിയെന്ന് ഇയാൾ സമ്മതിക്കുകയുമാണ് ഉണ്ടായത്. എന്താ പറയേണ്ടത്, ഇത് വലിയൊരു കാര്യമാണ്. കാരണം പല ആൾക്കാരെയും സംശയിക്കായിരുന്നു, പല ആൾക്കാരെയും. വീടിനുള്ളിൽ പ്രത്യേക അറയുണ്ടാക്കി, അതായത് കട്ടിലിന് കീഴിൽ അറയുണ്ടാക്കി. ആ അറയ്ക്കുള്ളിലാണ് ഇത്രയധികം പണവും സ്വർണവും ഇയാൾ സൂക്ഷിച്ചിരുന്നത്. ഇയാളൊരു വെൽഡിംഗ് തൊഴിലാളിയാണ്. ആ വെൽഡിംഗ് തൊഴിലാളി ആയതുകൊണ്ട് തന്നെ ഈ അറ വെൽഡ് ചെയ്ത് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഈ കട്ടിൽ ഉയർത്തിയപ്പോഴോ ചരിച്ചപ്പോഴോ ഒന്നും തന്നെ ഇതിനുള്ളിൽ പണമോ സ്വർണമോ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഇയാൾ വെൽഡിംഗ് തൊഴിലാളി ആയതുകൊണ്ട് തന്നെ ഈ വീട്ടിലേക്ക്, അഷ്റഫിൻ്റെ വീട്ടിലേക്ക് എത്തി. അഷ്റഫിൻ്റെ ജനലിൻ്റെ കമ്പി അത് തുറന്നാണ് ഇയാൾ ഉള്ളിലേക്ക് കടക്കുന്നത്. കണ്ണൂർ കീച്ചേരി എന്ന സ്ഥലത്ത് 1.5 വർഷം മുമ്പ് ഒരു മോഷണം നടന്നിരുന്നു. ആ മോഷണ സംഘത്തിലും ആ മോഷണം നടത്തിയതും ഇയാളാണ് എന്നതാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. ഫിംഗർ പ്രിന്റ്, വിരലടയാളം ഈ കേസിൽ ഏറ്റവും നിർണായകമായി. കാരണം ഇയാൾ മോഷണം നടത്തി തിരികെ പോയി പിറ്റേ ദിവസം ഈ ഉളിയെടുക്കാൻ അവിടേക്ക് തിരിച്ചെത്തിയിരുന്നു. പക്ഷേ അയാൾ പേടിച്ച് അവിടെ നിന്ന് തിരിച്ചു പോവുകയാണ് ഉണ്ടായത്. എന്നാൽ ഈ വീടിനുള്ളിലെ വിരലടയാളം പോലീസ് പരിശോധിച്ചപ്പോൾ അത് ഇയാളുടെ വിരലടയാളവുമായി ഒത്തുചേർന്നു. ഒപ്പം കീച്ചേരിയിലെ കവർച്ച നടത്തി അവിടുത്തെ വിരലടയാളവും ഒത്തുചേർന്നു. അങ്ങനെയാണ് ഇയാളാണ് പ്രതി എന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നത്. നമ്മുടെ നാട്ടിന്റെ അഭിമാനമായ വളപട്ടണം പോലീസ് സ്റ്റേഷനിലെ എല്ലാ ടീമിനും അതുപോലെ കേരള പോലീസിനും ഒരു വലിയ ബിഗ് സല്യൂട്ട്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ നേട്ടമാണ്. നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഒരേ സമയം ആശ്വാസവും ഞെട്ടലും ഉണ്ടാക്കുന്ന ഒരു പ്രതിയാണ് ഇപ്പോൾ പോലീസ് പിടികൂടിയിരിക്കുന്നത്. കണ്ണൂരിൽ നിന്നും ഷാജി ചന്ദ്രപുരയ്ക്കൊപ്പം ഫെലിക്സ്, മാതൃഭൂമി ന്യൂസ്.